ഞങ്ങളുടെ അമ്മായിയുടെ മകൻ്റെ കല്യാണ തിരുമൽകി ചടങ്ങായിരുന്നു കേട്ടോ. മുറ്റത്ത് സ്ഥലം കുറവായതിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബന്ധുക്കാരെല്ലാം സഹകരിച്ച് നിന്നപ്പോൾ തിരക്കെല്ലാം മാത്രമേ. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 3-ാം തീയതി 19/8/2024 തിങ്കളാഴ്ച പകൽ 10 മണിക്ക് മേൽ 11 മണിക്കൂറിലുള്ള അവിട്ടം നക്ഷത്രം വിവാഹത്തിന് ശുഭം. ചിങ്ങമാസം 3-ാം തീയതി. വർഷം 1200 ആണ്ട് ചിങ്ങമാസം 3-ാം തീയതി 19/8/2024 തിങ്കളാഴ്ച പകൽ 10 മണിക്ക് മേൽ 11 മണിക്കൂറിൽ അവിട്ടം നക്ഷത്രം വിവാഹത്തിന് ശുഭം. മാത്തൂർ വെട്ടുകാട് അയ്യങ്കാളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പെൺകുട്ടിയുടെ വീട് മാത്തൂർ പഞ്ചായത്തിലാണ്, കണക്കത്തറ എന്ന സ്ഥലത്താണ്. എല്ലാവരും പരസ്പരം അംഗീകരിച്ച് പത്രിക കൈമാറുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായ കാരണം വീഡിയോ കറക്റ്റായി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നടന്നു. ഇതാണ് നമ്മുടെ കല്യാണ ചക്കായി ബൈജു. കടന്നൂർ പഞ്ചായത്തിലുള്ള ആൾക്ക് ജോലി ഓവർസറായിട്ടാണ്, തൊഴിലുറപ്പിൻ്റെ. എല്ലാവരും തിരക്കെല്ലാം സഹകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചടങ്ങ് കഴിഞ്ഞത് എല്ലാവരും മെല്ലെ വെളിയിലേക്ക് വന്നു കേട്ടോ. വീടിൻ്റെ ഇത്തിരി മുൻവശത്തായിട്ടാണ്, ക്ലബിൻ്റെ പരിസരത്തായിട്ടാണ് പന്തലൊക്കെ ഇട്ടുണ്ടായിരുന്നത്. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് കുറച്ച് മാറിയൊക്കെ ഇരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കൽ തിരക്കായി. തിരക്കൊഴിനനുസരിച്ച് ഓരോ ആൾക്കാരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഗ്യാപ്പിൽ അവർക്കൊരു പുതിയ വീട് പണി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാനൊക്കെ പോയി. പിന്നെ പഴയ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇത്തിരി ദൂരെയായിട്ടാണ് കേട്ടോ വീട്. പണി ഏകദേശമൊക്കെ കഴിഞ്ഞു, നല്ല സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പണി ഏകദേശം ഫുള്ളായി, പെയിൻറ്റിങ് കഴിഞ്ഞു. എല്ലാ റൂമിലും സീലിങ്ങും നല്ല കളർഫുൾ പെയിൻറ്റിങ് ഒക്കെ അടിച്ചിട്ടുണ്ട്. നല്ല ഡിസൈൻ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിലാണ് കാശ് കൂടുതൽ ചിലവായെന്നാണ് അവർ പറയുന്നത്. ചെറിയ റൂമാണ് കേട്ടോ, ഇത്തിരി സ്ഥലം കിട്ടിയപ്പോൾ ചെറിയൊരു ആൾക്കിരിക്കാൻ പറ്റിയ പോലത്തെ റൂം. ഒരു ബെഡ്റൂം, അതിൽ നല്ല കളർഫുൾ പെയിൻറ്റിങ് ഒക്കെ അടിച്ചിട്ടുണ്ട്. വന്നവരെയൊക്കെ വീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ബന്ധുക്കാരെല്ലാം വീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അടുക്കള ചെറിയ തോതിൽ നന്നാക്കിയിട്ടുണ്ട്. വെളിയിലൊരു ബാത്റൂമുണ്ട്. ഉള്ള സ്ഥലത്ത് ചെറിയൊരു വീടാണ് ചെയ്തിരുന്നത്. ഉള്ളിലൊരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ചെറുതായിട്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ മേലെ പോകാമെന്ന് വെച്ചു. മേലെ മാമൻ പച്ചക്കറി തോട്ടമൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ അത് കാണാൻ പോകാൻ പറഞ്ഞു. മകൻ ഞങ്ങളങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. കുറേ ചാക്കിലായി കുറേ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മാമൻ. അപ്പോഴും രാവിലെ വൈകിട്ട് വന്നിട്ട് വെള്ളമൊക്കെ നനച്ച് നല്ല പാകപ്പെടുത്തുമായിരുന്നു. നല്ല ചാക്കിലെല്ലാം ചെയ്തിട്ടുണ്ട്, കൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു കോളിഫ്ലവർ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു പപ്പായ മരം കാണുന്നുണ്ട്. ചെറിയ തോതിൽ തുടങ്ങുമ്പോൾ തന്നെ വലുതാണത്. കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു കണ്ടുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി.